നാട്ടിലെത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കൊണ്ടുവരാനുള്ള പലഹാരം ഉണ്ടാക്കുന്ന പരിപാടി അതൊരു സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ. സാധാരണയായിട്ട് വെട്ട് കേക്ക് അല്ലെങ്കിൽ ചിപ്സ് ഇതൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇത്തവണ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി വീട്ടിലേക്ക് വന്നപ്പോൾ നല്ലൊരു മണം. നോക്കിയപ്പോൾ എന്താ, അമ്മ അലുവ ഉണ്ടാക്കുകയാണ്. എനിക്ക് തോന്നുന്നു അമ്മ ആദ്യമായിട്ടായിരിക്കും അലുവ ഉണ്ടാക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല ഇതിന് മുമ്പായിട്ട് അമ്മ അലുവ ഉണ്ടാക്കുന്നത്. ഭയങ്കര മണം. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും പാവം ദേ ഇങ്ങനെ ഇളക്കിയിരിക്കുക. ഏതാണ്ട് 2 മണിക്കൂർ 3 മണിക്കൂർ സമയത്തേക്കുള്ള പരിപാടിയാണ് കേട്ടോ. എന്തായാലും അലുവ നല്ല ഉഗ്രൻ ടേസ്റ്റായിരുന്നു. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെന്നും പറയില്ല, അത്ര രുചിയായിരുന്നു കേട്ടോ. നല്ല ആവശ്യത്തിന് മധുരവും. ഞാനിവിടെ ചെന്നൈയിൽ വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുത്തു. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി അമ്മയുടെ അലുവ. പിന്നെ അലുവ ഉണ്ടാക്കി, ചക്കവറ്റലുണ്ടാക്കി. ഇത് അമ്മയുടെ ഒരു സ്പെഷ്യലായിട്ടാണ് നമ്മുടെ വെട്ട് കേക്ക്. ഭയങ്കര സ്വാദാണ് കേട്ടോ. സായിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇവിടെ വന്നതിന് ശേഷം അവൻ സ്കൂളിൽ മിക്ക ദിവസവും ഇത് തന്നെ കൊണ്ടുപോകാറ്. അപ്പോൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്ക് നമ്മുടെ അമ്മ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്പെഷ്യൽ വറ്റലൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ആ രുചികൾ ഇങ്ങനെ നമ്മുടെ നാവിലിങ്ങനെ ഓടിക്കളിക്കും. അതൊരു സുഖമാണ്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നാൾ വെയിറ്റ് ചെയ്യണം അടുത്ത യാത്ര വരെ. പിന്നെ വെട്ട് കേക്കൊക്കെ ആണെങ്കിൽ അമ്മയുടെ റെസിപ്പി ഞാൻ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ അലുവയൊന്നും എനിക്ക് തോന്നുന്നേയില്ല അമ്മ ഉണ്ടാക്കുന്ന രുചിയിൽ. ഞാൻ ഇതുവരെയും വീടുകളിലുണ്ടാക്കിയ അലുവയിൽ ഇത്രയും രുചികരമായിട്ടുള്ളൊരു അലുവ ഞാൻ കഴിച്ചിട്ടില്ല. ഇറ്റ് വാസ് സോ യം. താങ്ക് യു സോ മച്ച് അമ്മ.